എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഹോം മിഷൻ ടിവിയുടെ മറ്റൊരു പ്രോഗ്രാം പ്രഭാതത്തിൽ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഹോം മിഷൻ ടി വി ദൈവവചന ചിന്തകളുമായിട്ട് ഈ ഫേസ്ബുക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് കൂടാൻ ദൈവം അവസരം നൽകി. എന്നാൽ ഇന്ന് ജൂൺ 1 ഇന്ന് മുതൽ എല്ലാ പ്രഭാതത്തിലും തിരുവചന ധ്യാനവുമായി ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ വചനത്താൽ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ഒന്നിച്ചു ചേരുകയാണ്. എല്ലാവരെയും കർത്താവ് തിരുവെഴുത്തുകൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നല്ല നല്ല ചിന്തകൾ ഓരോ പ്രഭാതത്തിലും നമ്മുടെ ജീവിതത്തിൽ പുതുക്കപ്പെടുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും വളരെ കൃത്യമായി ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോകുന്നതിനും അതൊരു നല്ല വഴിയാണ്, മുഖാന്തരമാണ് എന്ന് അറിയുന്നത് കൊണ്ടാണ്, അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ വചനചിന്തയുമായി നമ്മൾ ഒന്നിച്ചായിരിക്കുന്നത്. തിരുവചനം വളരെ പ്രധാനപ്പെട്ട ആത്മീയ പരിപോഷണം നമുക്ക് നൽകുന്നതാണ്. ഈ ആത്മീയ പരിപോഷണം എന്ന് പറയുമ്പോൾ അത് ഈ ശരീരത്തിൽ എത്രമാത്രം ഗുണകരമാണ് എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ചോദ്യം. മനുഷ്യൻ ഒരു ഭൗതികത കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. ജീവശാസ്ത്രപരമായി കുറേ നാളുകൾ ജനിച്ചിവിടെ ജീവിക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഈ ശരീരം വിട്ട് നമ്മൾ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു. അതിനപ്പുറത്തൊരു ജീവിതം സാങ്കല്പികം മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ പോലും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവരുടെ ചിന്തയിൽ അവർക്ക് ഈ മരണത്തിനപ്പുറം ഒരു ജീവിതം എന്നത് കണ്ടെത്താനോ മനസ്സിലാക്കാനോ അനുഭവിക്കാനോ കഴിയാത്ത ഒരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെ അപ്പുറം ഒരു ജീവിതം എന്നത് സാങ്കല്പികമാണെന്ന് പറയുന്നതിൽ അവരുടെ യുക്തിക്ക് അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. എന്നാൽ തിരുവെഴുത്ത് വായിക്കുകയും പഠിക്കുകയും അതിലെ സന്ദേശങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുകയും അത് ജീവിതപാഠമാക്കുകയും ചെയ്യുന്നവർക്ക് ഈ ജീവിതം കൊണ്ട് പര്യവസാനിക്കുന്ന ഒന്നല്ല മനുഷ്യനെന്നും അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യന് കടന്നെത്താൻ കഴിയുന്ന ഒരു ആത്മലോകമുണ്ടെന്നും വളരെ കൃത്യമായി പറയുക മാത്രമല്ല, ചില പ്രത്യേകതരം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. നമുക്ക് കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോഴാണ്, സുബോധത്തോടെ ഇരിക്കുമ്പോഴാണ് കാര്യങ്ങളെ നമുക്ക് സത്യസന്ധമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക, ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ആരോഗ്യകരമായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വേണം നാം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, ദൈവവചനത്തെക്കുറിച്ച് അറിയാനായിട്ട്. വിശുദ്ധ തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന്. യൗവനകാലം എന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായി മനസ്സും ശരീരവും ഒക്കെ പ്രവർത്തിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ രക്തധമനികൾ വളരെ ഊർജ്ജസ്വലമായി ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. രക്തം നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും എത്തുന്നു. നമ്മുടെ ആക്ടിവിറ്റീസ് വളരെ കൂടുതലാണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനം വളരെ കൂടുതലാണ്. വളരെ പ്രോപ്പറായിട്ട്, വളരെ കൃത്യമായിട്ട്, ദിശാബോധത്തോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നിശ്ചിത കാലഘട്ടമാണ് നമുക്കുള്ളത്. അതിനെയാണ് ഈ യൗവനം എന്ന് പറയുന്നത്. വളരെ വിവേകത്തോടും
അതുപോലെ തന്നെ വളരെ ബൗദ്ധികമായും ഒക്കെ ചിന്തിക്കാൻ നമുക്ക് സഹായകരമായ ഒരു കാലഘട്ടം. അത് ഏറ്റവും ഫലകരമായിട്ട് എത്ര പേർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് പലപ്പോഴും സത്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്, സത്യം നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ യൗവനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എൻ്റെ മാന്യ കേൾവിക്കാർ തിരിച്ചറിയേണ്ടതുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ബൈബിൾ അതിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ബൈബിളിലെ പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം മുതലുള്ള ചില സുപ്രധാനമായ പത്രോസിൻ്റെ എഴുത്തുകൾ വളരെ ആത്മപ്രചോദനം നൽകുന്നതാണ്, ചിന്താർഹമാണ്. അത് ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമാകുമെന്ന് ഞാൻ കർത്താവ് വിചാരിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. 2 സുപ്രധാനമായ കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ് പത്രോസ് ഈ ലേഖനത്തിൽ. മുഖവരിയായിട്ട് എഴുതുന്ന ഈ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ. സുപ്രധാനമായ ഒരു പദമാണ് പരിജ്ഞാനം. ഇതെന്താണെന്ന് അത്ര വേഗം നിർവചിക്കാനൊന്നും കഴിയുന്ന കാര്യമല്ല. പരിജ്ഞാനം പലർക്കും പല നിലയിലാണ് അവർ നിർവചിക്കുന്നത്. ഒരാളുടെ അറിവ് ശരിയായ രീതിയിൽ പ്രായോഗികമാക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പരിജ്ഞാനം. അനുഭവ സമ്പത്ത് അതിനുണ്ടാവാം. കണ്ടതും കേട്ടതും അറിഞ്ഞതും പഠിച്ചതും മനസ്സിലാക്കിയതും പകർത്തിയെടുത്തതും ഒക്കെയായ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. അത്തരം അനുഭവങ്ങളെ, പഠനങ്ങളെ, നിരീക്ഷണങ്ങളെ ഒക്കെ വിലയിരുത്തിക്കൊണ്ട് നമ്മളോട് ബന്ധപ്പെടുന്ന, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും, വ്യത്യസ്തരാണ് എല്ലാ മനുഷ്യരും, അങ്ങനെയുള്ള സകല മനുഷ്യരെയും നന്നായിട്ട് മനസ്സിലാക്കി അവരോട് ഏറ്റവും ഭംഗിയായിട്ട്, മനോഹരമായിട്ട്, പ്രതീക്ഷ, സമാധാനം ഒക്കെ നൽകുന്ന നിലയിൽ പെരുമാറാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പരിജ്ഞാനം. ഇത് സത്യത്തിൽ മനുഷ്യന് അത്ര മാത്രം എളുപ്പമുള്ള കാര്യമല്ല. കാരണം പരിജ്ഞാനത്തിൽ മനുഷ്യൻ തികവുള്ള ഒരാളല്ല. അതിൻ്റെ തികവ് മുഴുവൻ ദൈവത്തിലാണ്. അപ്പോൾ പരിജ്ഞാനം വേണം എന്നൊക്കെ നമ്മൾ ആളുകളോടൊക്കെ പറയാറുണ്ട്. ജ്ഞാനം മാത്രം പോരാ, പരിജ്ഞാനം വേണമെന്ന് പറയാറുണ്ട്. അതിൻ്റെ അതൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മനുഷ്യൻ വിവിധ വികാരങ്ങൾക്ക് അവസരോചിതമായി കീഴ്പ്പെട്ടു പോകുന്ന ഒരു പ്രകൃതിയാണുള്ളത്. പല സാഹചര്യങ്ങൾ കൊണ്ട്, സമ്മർദ്ദങ്ങൾ കൊണ്ട് ഇത്തരം വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാം. അവിടെ പരിജ്ഞാനം ഉപയോഗിക്കപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമൊന്നുമില്ല. സന്ദർഭങ്ങൾക്കനുസരിച്ച് സ്വഭാവം മാറുന്ന രീതി, വൈകാരികമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു പ്രകൃതിയിലല്ല കർത്താവിൻ്റെ പ്രവർത്തനം. ദൈവത്തിൻ്റെ പ്രകൃതി ഒരിക്കലും മാറ്റങ്ങൾക്ക് വിധേയമല്ല. അത് സ്ഥായിയായ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ, പരിസരങ്ങൾ മാറുന്നതനുസരിച്ച് വൈകാരികമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുള്ള ഒരു പ്രവർത്തനമാണ് ദൈവത്തിനെങ്കിൽ, ദൈവത്തിന് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല. ദൈവത്തിന് എല്ലാവരോടും ഒരുപോലെ പെരുമാറാനും പറ്റില്ല. അപ്പോൾ ഗതിഭേദത്താലുള്ള സന്ദർഭോചിതമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട ഒന്നല്ല ദൈവം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പരിജ്ഞാനം ഏറ്റവും കൃത്യമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരിടം എന്ന് പറയുന്നത്
ദൈവത്തിൻ്റെ പ്രകൃതിയിലാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രകൃതിയെ പകർത്തിയെടുക്കണം എന്നാണ് പത്രോസ് ഈ ലേഖനത്തിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ പ്രകൃതിയെ പകർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ആത്മീയ അവസ്ഥ എല്ലാവരിലും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതിന് പ്രചോദനകരമായ ചിന്തകളാണ് പത്രോസ് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ജീവിതം പകർത്തിയെടുക്കുന്ന ഒരു കാര്യം ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജീവിതം നമുക്ക് പകർത്താനുള്ളതാണ്. പക്ഷെ അത് ആരിൽ നിന്നാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൽ നിന്ന് പകർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരികമായ പകർത്തി എടുക്കലിൻ്റെ സുപ്രധാനമായ പദപ്രയോഗം. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. അപ്പോൾ നമുക്ക് ഈ എടുക്കലിന്റെ ആവശ്യകത വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് നമ്മളെ ഹെൽത്തി ആയിട്ട് നിർത്തുന്നത്. ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ നമ്മളെ നിർത്താൻ രണ്ട് സുപ്രധാന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ മനസ്സും നമ്മുടെ മനസ്സും ഒന്നായിത്തീരുന്ന, താളാത്മകമായി പോകുന്ന, സമാന്തരമായി സഞ്ചരിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിൽ ദൈവത്തിൻ്റെ വചനത്താലും ദൈവാത്മാവിനാലും രൂപപ്പെടുകയാണ്. അങ്ങനെ ഈ സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്ന അനുഭവത്തെയാണ് ദൈവകൃപയെന്ന് പറയുന്നത്. അത് നമ്മുടെ വൈകാരികമായ എല്ലാ തലങ്ങളെയും സ്വാധീനിച്ച് ദൈവത്തിന് പ്രയോജനകരമായി, സമൂഹത്തിന് ഉപകാരപ്രദമായി നാം ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും അത് വളരെ അനുഗ്രഹമായി തീരുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കൃപ. അത് നമുക്ക് തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും ശരിയും തെറ്റും ബോധ്യപ്പെടാനും നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള അത്രമാത്രം ആഴത്തിൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ജൈവ പ്രക്രിയയുമായിട്ട് ചേർന്ന് ഇടപെടുന്ന, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളുമായിട്ട് വളരെ ഇഴചേർത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒരു അനുഭവമാണ് കൃപയെന്ന് പറയുന്നത്. അതാണ് പൗലോസിനോട് പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ബലഹീനത എന്ന് പറയുമ്പോൾ തൻ്റെ ക്യാരക്ടറും തൻ്റെ ഹ്യൂമൻ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് ഒത്തിരി കുഴപ്പങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്. അത് രോഗത്താലും മറ്റ് വൈകാരികമായ പ്രശ്നങ്ങളാലും ഒക്കെ ഉണ്ട്. മൈൻഡിനും അങ്ങനെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. അപ്പോൾ ഈ ദൈവകൃപ കൊണ്ട് പല ബലഹീനതകളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. ആ മേഖലകളെ നമുക്ക് ബലപ്പെടുത്താനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ പ്രാപ്തരാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സമാധാനം നിറഞ്ഞു നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സമാധാനം നമ്മെ നിരന്തരം വഴി നടത്തുന്നതാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലും, ദുഷ്കരമായ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും നാം ആരോഗ്യത്തോടും ബലത്തോടും കൂടെ നിൽക്കാൻ ദൈവം നമുക്ക് വെച്ചു തന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ അവസ്ഥയാണ് ദ പീസ്, ദൈവത്തിൻ്റെ സമാധാനം. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. അപ്പോൾ കർത്താവിൻ്റെ സമാധാനം നമ്മളിൽ വസിക്കട്ടെ. ദൈവകൃപ ധാരാളമായി നമ്മുടെ ശരീരാത്മദേഹികളിൽ അനുഭവമാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹോം മിഷൻ ടിവിയുടെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.